അപേക്ഷ കിട്ടിയ അപ്പൊ തന്നെ സാറ് ഇവിടുന്ന് പോണം. SP സാറ് സ്വാമി സാറും വരാൻ സമയമായിട്ടുണ്ട്. Who cares, man? ഇത് മുഴുവൻ എന്റേതാ. It is just a transaction by the boss. സർ, ആര്യൻ സാർ ഇവിടെ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് 50 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ഒന്ന് പതുക്കെ പറയടോ. സോറി സർ. നീ കാശും കൊണ്ട് പോരുത്. എനിക്കൊരുപാട് കടങ്ങളുണ്ട്. കാശ് വേണം. എന്നെ തടഞ്ഞ ഡാഡിയെ തള്ളിയിട്ടിട്ട് കാശുമായി പോവാനും ഞാൻ മടിക്കില്ല. കുടുംബത്തിന്റെ മാനത്തെ കരുതി ഇവരുടെ മുമ്പിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി കുടുംബത്തിന് എന്ത് മാനോടാ? നിന്റെ ഈ ബഹളം കാണാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? എന്നാലും കൂടുതൽ വഷളാവാതെ സൂക്ഷിക്കാമല്ലോ. വഴി മാറ് ഡാഡി. നൈസ് മാൻ. ഡാഡിക്ക് കുടുംബത്തിന്റെ മാനത്തെക്കുറിച്ച് കരുതലുണ്ട്. സാർ, പാർട്ടി ഫണ്ടിൽ കൊടുക്കാൻ വെച്ചിരുന്ന ക്യാഷ് ആര്യൻ സാർ കൊണ്ടുപോയി. ആര്യൻ സാറിന്റെ ഇത്തരം വൃത്തികേടുകൾ ഒഴിവാക്കണമെങ്കിൽ ഓഫീസിന്റെ ചുമതല ചൈത്ര മാഡത്തിനെ ഏൽപ്പിക്കണം. മൈൻഡ് യുവർ ബിസിനസ്. എന്റെ മകൻ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ തന്നെ അവന് കാശ് കൊടുത്തതാ. അത് ഓഫീസിൽ പറയാൻ മറന്നുപോയി. അതിന്റെ പേരിൽ ആരും കൂടുതൽ ദണ്ണപ്പെടണ്ട. SP, ആര്യന് കാശ് ഞാൻ തന്നെ കൊടുത്താണെന്ന് ആരും വിശ്വസിച്ചു കാണില്ല, അല്ലേ? എനിക്കറിയാം. എന്നാലും കുടുംബത്തിലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതാ. പക്ഷേ സ്റ്റാഫിന്റെ മുമ്പിൽ ഞാൻ വേറൊരു കോമാളിയായി, അല്ലടോ? ധ്വനി പ്ലീസ് 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 പ്ലീസ്, ഞാൻ ഒന്ന് പറയട്ടെ, ഒന്ന് കേൾക്കൂ. ധ്വനി പ്ലീസ് 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 പ്ലീസ്, പോലെ 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 ഒന്ന് നിൽക്ക്, ഞാൻ ഒന്ന് പറയട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് പറയട്ടെ, പറയാൻ സമ്മതിക്ക്. സ്റ്റോപ്പ്. എടോ, എന്താ തന്റെ പ്രശ്നം? അത് പറ.
പോലെ 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 അവിടെ നിൽക്ക്. ഓ, ധ്വനി, ധ്വനി, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. ഏയ്, അച്ഛൻ ഒന്ന് കയ്യിൽ കേൾക്ക്, നിന്ന് ഒന്ന് അച്ഛൻ കേൾക്ക്. കയ്യിൽ നിന്ന് വിടാനാ പറഞ്ഞേ. വിടാം വിടാം വിടാം. പക്ഷെ അതിനു മുമ്പ് താൻ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരുന്ന ഉറപ്പ് തരണം. ദേ, വീട്ടിലേക്ക് നീ ബാഡ് ടച്ച് ചെയ്തു ഞാൻ കേസ് കൊടുക്കും. അയ്യോ, ആ അപ്പൊ എന്നെ പേടിയുണ്ടല്ലേ? പിന്നെ ബാറ്റ് ടച്ച് എന്നൊക്കെ കേട്ടാ പേടിക്കാതിരിക്കാൻ പറ്റുമോ? ഇല മുള്ളിൽ വന്ന് വീണാലും മുള്ള ഇലയിൽ വന്ന് വീണാലും ഇന്നത്തെ കാലത്ത് മുള്ളിന്റെ കാര്യം പോക്കല്ലേ. കൂടുതൽ ഡയലോഗ് ഒന്നും നീ അടിക്കണ്ട. നിന്നോട് ഇനി ജന്മത്ത് മിണ്ടണ്ടെന്ന് ഞാൻ വിചാരിച്ചതാ. എന്നാലും ഒരു ചെറിയ ഇളവ് തരാം. എന്താ നിനക്ക് പറയാനുള്ളത്? വേഗം പറ, എനിക്ക് പോണം. അത് പിന്നെ താൻ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ മൾട്ടി മില്ലറാണെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ പ്രേമിച്ചൊന്നുമില്ലല്ലോ. ഞാൻ കാശുകാരനാണെങ്കിലും അല്ലെങ്കിലും തനിക്ക് ഒരു ദോഷവും ഇല്ല. എടോ, എന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ഇങ്ങനെ ബാധിക്കും. അതിന്റെ പേരിൽ താൻ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? ദരിദ്രവാസി ഫ്രണ്ട്സേ ഇപ്പൊ തന്നെ എനിക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഒരു കോടീശ്വരനെ ഇപ്പൊ എനിക്ക് ഫ്രണ്ടായിട്ട് ആവശ്യം. കോടീശ്വരനായ ഒരാളെ കല്യാണം കഴിക്കണം എന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരാളെ ഫ്രണ്ടാക്കണം എന്ന് കേൾക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. പക്ഷേ ഞാൻ കൂട്ടുകൂടുന്നത് കാശ് നോക്കിയല്ല. എനിക്കൊരാളോട് അടുപ്പം തോന്നിയാ അത് മാറ്റം വലിയ ബുദ്ധിമുട്ടാ. ജീവിതാവസാനം വരെ ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്ന ആളാ ഞാൻ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും തന്റെ പിന്നാലെ വരുന്നേ. ഒരു കാര്യം ചെയ്യ്, തന്റെ ദരിദ്രവാസി ഫ്രണ്ട്സിന്റെ കൂട്ടത്തില് എന്നെയും കൂട്ടിക്കോ. മാളു ചേച്ചിയും പറഞ്ഞത് നമ്മള് ഫ്രണ്ട്സായി തുടരണമെന്നാ. ആ ചേച്ചിക്ക് വിവരമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നാലും അർജുൻ എന്നോട് കള്ളം പറഞ്ഞില്ലേ? നല്ല ഫ്രണ്ട്സ് തമ്മിൽ കള്ളം പറയാൻ പാടുണ്ടോ? കള്ളം പറഞ്ഞത് സോറി. അതിന് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഓഹോ, പ്രായശ്ചിത്തമായി അർജുൻ എന്ത് ചെയ്യും? ഞാൻ ഏത്തൂടാ. മതിയാ? കേട്ടോ, 1 2 3 4 5 6 7. മതി മതി മതി. ഇതാർക്ക് വേണം? ഇതൊന്നും അല്ല വേണ്ട. പിന്നെ ഏതായാലും ഞാൻ കാരണം തനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായില്ലേ? അതിന്റെ പ്രായശ്ചിത്തമായിട്ട് ഞാൻ തനിക്കൊരു ഉഗ്രൻ കോടീശ്വരനായ ഒരു ഫ്രണ്ടിനെ സെറ്റാക്കി തരാം. എന്റെ കയ്യിലാണെങ്കിൽ ഇഷ്ടം പോലെ മൾട്ടി മില്യനേഴ്സ് ഉണ്ട്. എത്ര കോടിയുടെ വേണമെന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ഹലോ ഹലോ ഹലോ, കിളി പോയാ? നമുക്കേ ഏതെങ്കിലും ഒരു പോഷ് റെസ്റ്റോറന്റിൽ പോയിരുന്ന് ബാക്കി കാര്യം സംസാരിക്കാം. അശോകേട്ടന്റെ ചായക്കട പോരെ? കോടീശ്വരനെ കുറിച്ച് സംസാരിക്കാൻ ചായക്കടയോ? റെസ്റ്റോറന്റിലെ കാശ് ഞാൻ കൊടുത്തോളാം. സത്യമാണോ അതോ തന്നോട് കള്ളം പറഞ്ഞ എന്റെ പ്രതികാരം തീർക്കാൻ എന്നെ കൊണ്ട് ഹോട്ടലിലെ അരിമാ വാട്ടിക്കാനാണോ ഭാവം? ഇങ്ങോട്ട് വാ അർജുൻ. സത്യമാണല്ലേ?